നമ്മുടെ പയ്യാമ്പലം ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള ക്ലബ് സുലൈമാനിയിൽ ഇഫ്താറിൻ്റെ ഒരു ബുഫേ നടക്കുന്നുണ്ട്, അതും 649 റുപ്യക്ക്. ഞാൻ ഇന്നേ വരെ ഒരു വെഡ്ഡിങ് ബുഫേ അല്ലാതെ റെസ്റ്റോറൻറ്റിൻ്റെയോ ഹോട്ടൽസിൻ്റെയോ ബുഫേ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് പോയ ഉടനെ തന്നെ നോമ്പായതുകൊണ്ട് ഒരു കട്ട് ഫ്രൂട്ട്സും വാട്ടർ മെലോൺ, പൈനാപ്പിൾ, പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ കട്ട്ലൈറ്റ്, സ്പ്രിംഗ് റോൾ, സമൂസ, പക്വടൊക്കെ ഉള്ളൊരു ഐറ്റം ആയിരുന്നു തന്നിരുന്നത്. നോമ്പ് മുറിക്കുക, അതിൻ്റെ കൂടെ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. ഇത്ര സാധനങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 2 ഡ്രിങ്ക്സും കൂടി വന്നിട്ടുണ്ട്. ഒരു ലെമണിൻ്റെ ആണെന്ന് തോന്നുന്നു, പിന്നെ ഒരു പുളിവെള്ളം പോലത്തെ ഒരു ഡ്രിങ്ക്സ്. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോമ്പ് മുറിച്ചു. ദെൻ നല്ല അടിപൊളി സൺസെറ്റിൻ്റെ സമയം. പയ്യാമ്പലം ബീച്ച് സ്കൈ ബ്ലൂ ടെക്സ്ചറിലേക്ക് മാറുവാണ്. സൺസെറ്റിൻ്റെ സമയമായി. നമുക്കെന്താ സൺസെറ്റ് വന്നിന്, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സൺസെറ്റും ഇല്ല. വാ അടിക്കാം. 6 or 7 സാലഡ്സ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് ആയിട്ടുള്ളൊരു ഹസൻ മത്താർ കോർണർ ഉണ്ട്, അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ബ്ലെൻഡ് ചെയ്ത് ഹസൻ മത്താർ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് മെയിൻ കോഴ്സിൽ ഫസ്റ്റ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട, പത്തിരി, കുബൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പൊറോട്ടയും കുബൂസും എടുത്തില്ല, യൂഷ്വലി കഴിക്കുന്നത് കൊണ്ട് പത്തിരിയാണ് എടുത്തത്. അതിൻ്റെ കൂടെ തന്തൂരി ചിക്കൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് തണുത്ത പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു തന്തൂരി ചിക്കൻ. പിന്നെ രാജസ്ഥാനി ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നത്, അതൊരു മുളകിട്ട ചിക്കൻ കറിയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പിന്നെ ഈജിപ്ഷ്യൻ റൈസ് ഓർഡർ ചെയ്തു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബീഫ് കറി ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പെനെ പാസ്ത കണ്ടു. പെനെ പാസ്ത യൂഷ്വലി എനിക്ക് ഇഷ്ടമല്ല, ഇവിടുത്തെയും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഡെസേർട്ടിൽ വരുന്നതാണെങ്കിൽ മാംഗോ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹണി യോഗർട്ട് കേക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചോക്ലേറ്റ് സൈസ് കേക്ക് യൂഷ്വലി ഉള്ള പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബബിൾ ടീ ഓർഡർ ചെയ്തു. കാരമൽ കാർഡമൺ ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തത്. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇഫ്താർ ബുഫേ വേണമെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ വന്ന് ഈ 2 ജനങ്ങൾക്ക് ഇഫ്താർ ബുഫേ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഓർ വീട്ടിൽ പോയിട്ട് ചോറും പരിപ്പ് കറിയും തിന്നുന്ന ഞാൻ അറിഞ്ഞത്.